അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അതിന്റെ ഭാഗമാണോ ഇതൊന്നും എനിക്കറിയില്ല. ഇപ്പോ നേരത്തെ വന്ന കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് താമസിച്ചു? ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ? എനിക്കൊരു മകളുണ്ട്, ഇത് കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം. അപ്പൊ എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാര്, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പൊ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവം ഇല്ല, എനിക്കറിയാം. പക്ഷെ എനിക്ക് ഞാനിപ്പോൾ അലിയെടുത്ത് പറയണം, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല, ആരും വിശ്വസിക്കോ? ഇല്ല. അപ്പൊ അത് നമ്മൾ നിയമത്തിന്റെ വഴിയെ പോകണം. അപ്പൊ നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റൂ. ആരെ ധരിപ്പിക്കാനാണ്? അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, അവർ വിചാരിക്കും അയ്യോ ബീച്ചേട്ട എന്തുകൊണ്ട് പറയാ, ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന്. അവര് ക്യാരക്ടർ പറയുള്ളൂ. അപ്പൊ എനിക്ക് ഇത് ഏറ്റെക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിനാണ് ഏറ്റത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ ബുദ്ധിപൂർവമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ നിയമോപദേശം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി, ഇതിനെപ്പറ്റി സംസാരിക്കാം, അതിന് പരിധിയുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈംഗിക അതിക്രമം. അപ്പൊ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് നോക്കിയാലോ, കൈ കോങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണ്. പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെന്റ് എണ്ണപ്പോൾ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈല് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി, അവരത് അതിൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലേറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം, ഡിലേറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പൊ അത് വരട്ടെ. അപ്പൊ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പൊ പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്? അപ്പൊ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചില അന്തം വിട്ട എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. പക്ഷെ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റൂ. തീർച്ചയായും. കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ഒരുപാട് പേര് പൊതുവായിട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, ഇത്രയും കേസുകളും അതോടെ തന്നെ ഒരുപാട് കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നിട്ട് പോലും ഇവരെന്താണ് റിയാക്ട് ചെയ്യാത്തത്, ബൈജു സോപാനം എന്താ റിയാക്ട് ചെയ്യാതിരിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ വരുന്നത്. അതിലുള്ള നടന്ന കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചാണ് പറയുന്നത്. താനുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് താൻ ഉറച്ചുള്ളൊരു കാര്യം തന്നെയാണ്. അതോടെ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് തനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു കാര്യം അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സഹായം തേടിയത്. ഒരു വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ വക്കീലാണ് പറഞ്ഞു, ഇപ്പം നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യേണ്ട, നിങ്ങളുണ്ടെങ്കിൽ ആദ്യമേ ഉണ്ടെങ്കിൽ അത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്കുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോരാടാം, അതിനുശേഷം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കൊണ്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞെന്നാണ് ഒരു പാതി, അല്ലെങ്കിൽ ഇവരുടെ ഭാഗം ശരിയായെന്ന് വിശ്വസിക്കുന്നത്. കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതേ കണക്കൊന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഉള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ ഒപ്പം കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ഇത് ആരാണ് പരാതി കൊടുത്തത്, അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഇൻ്റർവ്യൂവിലോ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ സത്യത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ കേസൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ പേരാണ് പറയുന്നത്. കാരണം ഇവരെ ഇത്രയും കഷ്ടപ്പെടുത്തി അവരുടെ പേരും തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഏറ്റവും ശരിയായിട്ടുള്ളൊരു കാര്യം കൂടെ.